ഇപ്പോൾ വിധി പ്രസ്താവം പുറത്തു വന്നിരിക്കുന്നു. മുഖ്യപ്രതി നിസാം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രമാദമായ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതിയും വ്യവസായിയുമായ മുഹമ്മദ് നിസാമിനെ കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചിരിക്കുന്നു. 2.5 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. നിസാം കുറ്റക്കാരനാണ് എന്നാണ് കോടതി വിധി. ടോബിയിലേക്ക് വീണ്ടും ചെല്ലുന്നു. ടോബി, വിധി പ്രസ്താവം വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംസ, തീർച്ചയായിട്ടും ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് വിധി വന്നിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് നിസാം പ്രതി കുറ്റക്കാരനാണെന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. വ്യക്തമായിട്ടുള്ള വാദങ്ങളാണ് കോടതിയിൽ ഇതിനു മുമ്പ് നടന്നത്. ഏകദേശം 79 ദിവസം നീണ്ടുനിന്ന വിചാരണ നടപടികളായിരുന്നു. 22 സാക്ഷികളെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വിസ്തരിച്ചു. അതുപോലെ തന്നെ 4 പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്നാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വാദം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിസാം സമീപിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും അപ്പീൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് വിധി അറിയാൻ വേണ്ടി എത്തിയവരാണ്. നിസാമിൻ്റെ നമുക്കറിയാം, കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ചന്ദ്രബോസിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വ്യക്തമാക്കാം, ഇതൊരു കൊലപാതകം തന്നെയെന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. കേസന്വേഷിച്ച പേരാമംഗലം SI അടക്കമുള്ളവർ കുറ്റപത്രം സമർപ്പിച്ചത് ഇതൊരു കൊലപാതകമാണ്, മനഃപൂർവ്വം ഹമർ വാഹനം ഇടിപ്പിച്ചു, അതുപോലെ തന്നെ മർദ്ദിച്ചു തുടങ്ങിയ കാരണങ്ങളായിരുന്നു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ശരിവെക്കുന്ന ഒരു നടപടി തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഈ വിധിയോടുകൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. നിതീഷ് ബാലൻ കോടതിക്ക് ഉള്ളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 9 വകുപ്പുകളാണ് തെളിഞ്ഞെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിസാമിനെതിരെ ചുമത്തിയിരിക്കുന്ന 9 വകുപ്പുകൾ തെളിഞ്ഞതായിട്ട് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും നിസാം കുറ്റക്കാരനാണെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട്. അജിംസ, ചന്ദ്രബോസ് വധക്കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് നിസാം കുറ്റക്കാരനാണെന്ന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഏറെ പ്രമാദമായ ഈ കേസിലെ വിചാരണ ഏതാണ്ട് 2.5 മാസത്തോളം നീണ്ടതിന് ശേഷമാണ് ഇപ്പോൾ വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വിവാദമായ ഒരു കൊലക്കേസ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കേസന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ടായതായി ആക്ഷേപമുണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജേക്കബ് ജോബുമായി നിസാം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി ആക്ഷേപമുയർന്നു. കടവന്ത്രയിലെ നിസാമിന്റെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് കണ്ടെത്തുകയും അതേസമയം തന്നെ ലഹരിമരുന്ന് കൈവശം വെച്ചു എന്ന കേസിൽ യുവനടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവവികാസങ്ങളും ഉണ്ടായി. നീണ്ട നാളത്തെ തെളിവെടുപ്പ് ബംഗളൂരു, തിരുനെൽവേലി എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ കോടതി പിന്നീട് ഈ മൊഴികളിൽ നിന്ന് കോടതിയിൽ മൊഴിമാറ്റം വരെ ഉണ്ടായി. പക്ഷേ സമ്മർദ്ദത്തെ തുടർന്നാണ് മൊഴി മാറ്റിയതെന്ന് സാക്ഷികളിൽ ഒരാളായ അനൂപ് തന്നെ വീണ്ടും വെളിപ്പെടുത്തി പഴയ മൊഴിയിലേക്ക് തിരിച്ചുപോയി. അത് നിസാമിനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കുകയും ജില്ലാ കളക്ടർ നിസാമിന് മേൽ കാപ്പ ചുമത്തുകയും ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് ചന്ദ്രബോസ് കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. മെയ് 26-ന് ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രാഥമിക വാദം തുടങ്ങി. കാപ്പ ചുമത്തിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച നിസാമിന്റെ ഹർജി തള്ളിക്കൊണ്ട് കാപ്പ ചുമത്തിയ കളക്ടറുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 12-ന് നിസാമിന്റെ കുറ്റവിമുക്ത ഹർജി ഹൈക്കോടതി തള്ളി. നിസാമിന്റെ ജാമ്യാപേക്ഷ ഓഗസ്റ്റ് 24-നാണ് കോടതിയിലെത്തിയത്. ജാമ്യാപേക്ഷയിൽ സെപ്റ്റംബർ 8-ന് വാദം പൂർത്തിയായി. എങ്കിലും വിചാരണ തീയതി കോടതി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 26-ന് കേസിൽ വിചാരണ തുടങ്ങി. വിചാരണയിൽ 1-ാം സാക്ഷിയായിരുന്ന അനൂപ് കൂറുമാറിയെന്ന വാർത്തയാണ് അന്ന് പുറത്തു വന്നത്. ഒക്ടോബർ 27-ന് അനൂപ് വീണ്ടും പഴയ മൊഴിയിലേക്ക് മാറി. സമ്മർദ്ദത്തെ തുടർന്നാണ് താൻ കോടതിയിൽ മൊഴി മാറ്റിയതെന്ന് അനൂപ് പറയുകയുണ്ടായി. ഡിസംബർ 14-ന് കേസിൽ കുറ്റവിമുക്ത വാദത്തിൽ നിന്ന് പ്രതിഭാഗം ഒഴിഞ്ഞു. ഡിസംബർ 28 മുതൽ 31 വരെ പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരം നടന്നു. ജനുവരി 6-ൽ കേസിൽ അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ പ്രാരംഭവാദം പൂർത്തിയാക്കി. ജനുവരി 7-നാണ് പ്രതിഭാഗം വാദം തുടങ്ങിയത്. ഈ കേസിൽ 2.5 മാസം നീണ്ട വിചാരണയിലാണ് ഇപ്പോൾ കോടതി നിസാമിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്.
VS സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം. പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന തത്വം തന്നെ ഇവിടെ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പണം കൊടുത്ത് നീതി വാങ്ങാൻ കഴിയില്ല. നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ള ഈ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുപോലൊരു കൊലപാതകം, ഇതുപോലെ നിഷ്ഠൂരമായ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരു ജീവനക്കാരനെ ഇങ്ങനെ വധിക്കുകയും ആ സംഭവത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പല ഇടപെടൽ നടത്തിയിട്ടും സുപ്രീം കോടതിയിൽ തന്നെ പല കേസുകളും നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടും നീതിന്യായ വ്യവസ്ഥ കാണിച്ചിരിക്കുന്ന വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ശിക്ഷാവിധി എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും നിഷ്ഠൂരമായിട്ടുള്ള അസാധാരണമായിട്ടൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പണം ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം ഒരിടത്തും നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ വില പോവില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാകും വരാൻ പോകുന്നത്. ഈ ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നു. അല്ല, അത് വിധി നാളെ വരട്ടെ, അപ്പോൾ പറയാം. അതല്ല, അവരുടെ ഭാര്യയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന ജോലി എത്രയും പെട്ടെന്ന് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. സുനിൽകുമാർ, ഒരു വളരെ നിഷ്ഠൂരമായ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. എന്നിട്ട് പോലും കേരള പോലീസിലെ ഉന്നത സ്ഥാനത്തിരുന്ന പലരും നിസാമിന് അനുകൂലമായി തുടക്കത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. അന്നത്തെ ഈ പോലീസിന്റെ ഈ നടപടി എങ്ങനെയാണ് സുനിൽകുമാർ കാണുന്നത്? അല്ല, അന്ന് തന്നെ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊരു സംഭവങ്ങൾ കേരളത്തിൽ പണമുള്ളവർ എന്ത് ചെയ്താലും അതിനെ കൂട്ടുവെക്കാനും അവരെ രക്ഷിക്കാനുമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു നല്ല വിഭാഗം ഈ പ്രതിയെ ശിക്ഷിക്കണമെന്ന ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അന്ന് നിസാമിന്റെ ആഡംബര കാറിലാണ് തെളിവെടുപ്പിന് വേണ്ടി ബാംഗ്ലൂരിലും മറ്റും പോയിരുന്നത്. ഒരു സമൂഹ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി തന്നെ ഒരു കാര്യമല്ലേ പോലീസ് അന്ന് ചെയ്തത്? തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചകളെ സംബന്ധിച്ച് അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരായി കർശന നടപടിയും ശിക്ഷണ നടപടിയും ഉണ്ടാവണം. VS സുനിൽകുമാർ MLA ആണ് കോടതിയുടെ വിധി പ്രസ്താവത്തോട് പ്രതികരിച്ചത്. നിസാമിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി വിധി പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന വാദത്തിന് എതിരാണെന്നും നീതിന്യായ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായതെന്നും VS സുനിൽകുമാർ MLA പ്രതികരിച്ചു. TN പ്രതാപൻ MLA ഉണ്ട് ഇപ്പോൾ ടെലിഫോണിൽ. TN പ്രതാപൻ എങ്ങനെ പ്രതികരിക്കുന്നു ചന്ദ്രബോസ് വധക്കേസിലെ കോടതി വിധിയോട്? നീതിപീഠത്തിന്റെ പൂർണ്ണമായ സത്യസന്ധമായ വിധിയാണിത്. തെറ്റ് ചെയ്തവൻ ആരായാലും നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടും. എത്ര ഉന്നതനായാലും അവർക്ക് നിയമത്തിന്റെ മുന്നിൽ മോചനമില്ല. നിയമം മൗനം ബാധകമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി. ഈ കേസ് അന്വേഷിച്ച് കൃത്യമായും കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി കഴിഞ്ഞ പോലീസിനും അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കോടതിയുടെ മുന്നിൽ ഈ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇതിന് മുഴുവൻ തെളിവുകൾ ഹാജരാക്കുകയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അത് ബോധ്യപ്പെടുത്തുവാനും വേണ്ടി ശ്രമിച്ച പ്രോസിക്യൂഷനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. സമ്പത്തും സ്വാധീനവും സൗകര്യവും ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും അവർക്ക് രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണ സമൂഹത്തിൽ അറിയാതെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വരുന്നവർക്ക് കൂടി ഒരു താക്കീത് കൂടിയാണ് ഈ കോടതിയുടെ ഇന്നത്തെ വിധി. ഇനി നാളെ ഇതിന് വിശദമായ ശിക്ഷ എന്താണെന്ന് കോടതി പറയും. ആ ശിക്ഷ പറയുന്നതും തീർച്ചയായിട്ടും മാതൃകാപരമായി തന്നെയായിരിക്കും. മേലിൽ എത്ര പണവും സമ്പത്തും ഉള്ളവൻ അഹങ്കാരം കൊണ്ട് നടന്നാൽ, അങ്ങനെ സമ്പത്തും പണവും ഉപയോഗിച്ച് അഹങ്കാരം കാണിച്ച് തങ്ങളുടെ താഴെയുള്ളവരെ എല്ലാം ചവിട്ടി മെതിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഈ വിധി ഒരു ഗുണപാഠം കൂടി നൽകും. മനുഷ്യത്വത്തിന് നേരെ ഉണ്ടായ ഹീനമായ ഇടപെടലായിരുന്നു ചന്ദ്രബോസിന് നേരെ നടന്ന ക്രൂരത. അങ്ങനെ മനുഷ്യത്വം ജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യത്വത്തിന് വിലയുണ്ടാകും. നീതിപീഠങ്ങൾ മനുഷ്യത്വത്തെ തിരിച്ചറിയും എന്നതുകൂടി ഈ വിധിയിലൂടെ ബോധ്യമാകുകയാണ്. TN പ്രതാപൻ, പലപ്പോഴും രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും ഇത്തരം സംഭവങ്ങളിൽ ധാരാളമായി പൊതുസമൂഹം വിമർശിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും നിതാന്ത ജാഗ്രതയല്ലേ യഥാർത്ഥത്തിൽ ഈ പണത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്ന് ഈ കേസിനെ രക്ഷിച്ച് നീതിപീഠത്തിന് മുന്നിലെത്തിച്ചത്? തീർച്ചയായിട്ടും തൃശ്ശൂരിലെ മാധ്യമങ്ങൾ, തൃശ്ശൂരിലെ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ, നിരവധി പേർ, ഞങ്ങളെല്ലാവരും ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ജാഗ്രതയോടുകൂടി ഇടപെട്ടിരുന്നു. ചെറിയ ചെറിയ വീഴ്ചകൾ കാണുമ്പോൾ തന്നെ, പോലീസിന്റെ ചില വീഴ്ചകൾ കാണുമ്പോൾ ആ വീഴ്ചകൾ ഗൗരവത്തോടു കൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഭരണപക്ഷം എന്ന് നോക്കാഞ്ഞിട്ട് പോലും ഞങ്ങളൊക്കെ അതിനകത്ത് അതിശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അതേപോലെ പ്രതിപക്ഷത്തുള്ളവരും
ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പോലീസിന്റെ ചെറിയ കുറവുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്നതിനും മാധ്യമങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും അങ്ങനെ ഒരു ജാഗ്രത ഈ കേസിലുണ്ടായി. ഈ പാഠം നമുക്കൊരു അനുഭവമാണ്. സമൂഹത്തിന്റെ കണ്ണ് എപ്പോഴെതിരെ ആയിരിക്കും. തിന്മ എവിടെ കണ്ടാലും ആ തിന്മകൾക്ക് നേരെ സമൂഹത്തിന്റെ കണ്ണ് വരും. ആ കണ്ണ് അടയ്ക്കാൻ, കണ്ണ് കെട്ടാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കണ്ണ് കെട്ടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഏത് ഉദ്യോഗസ്ഥന്മാരായാലും അല്ലെങ്കിൽ ഭരണാധികാരികളായാലും തിന്മയ്ക്ക് നേരെ കണ്ണടയ്ക്കാനും തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കണ്ണ് കെട്ടാൻ ശ്രമിച്ചാൽ ആ കണ്ണ് കെട്ടുന്നവരോട് മുന്നിൽ കണ്ണ് കെട്ടാൻ വേണ്ടി ശ്രമിച്ചാലും കെട്ടുന്ന ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സത്യം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർജവത്വമുള്ളവർ ഈ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ അത് തയ്യാറാക്കാൻ ഉള്ള ഉദ്യോഗസ്ഥരിൽ തന്നെ നല്ല മിടുക്കും കഴിവും കേസ് അന്വേഷിക്കാനുള്ള പ്രാപ്തിയും മിടുക്കുമുള്ളവരുണ്ട് എന്നതുകൂടി ഈ വിധിയിലൂടെ നമുക്ക് ബോധ്യമാവുകയാണ്. ശ്രീ ടി എൻ പ്രതാപൻ, ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചെറിയ വീഴ്ചകൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ കൂടി ഒരു സ്വാധീനവും പിന്തുണയും ഇല്ലെങ്കിൽ നിസാമിന് ഈ കേസിൽ ഇതുപോലെ ഒരു കളി കളിക്കാൻ സാധിക്കുമായിരുന്നില്ല, പണത്തിന്റെ ഹുങ്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്തരം എലമെന്റുകളെ, അത്തരം ഘടകങ്ങളെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാര് നിസാമിനെ സഹായിക്കാൻ വേണ്ടി പരസ്യമായി വന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നിസാമിന്റെ നേരത്തെ അദ്ദേഹത്തിന് ആരുമായൊക്കെ ബന്ധമുണ്ട്, ആരൊക്കെ അദ്ദേഹത്തിന് സഹായം സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അറിഞ്ഞുകൂടാ. ഈ കേസിനകത്ത് ആര് ഇടപെടാൻ ശ്രമിച്ചാലും ആ ഇടപെടാൻ ശ്രമിച്ചവർക്ക് അത് നടക്കില്ല എന്ന് കൂടി നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റും. ഞങ്ങളൊക്കെ വളരെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ കൂടി സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഈ കേസിൽ അദ്ദേഹം പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഞാൻ നമ്മുടെ കണ്ണുകൊണ്ടും ചെവികൊണ്ടും നൽകുന്നതാണ്. ഒരു തരത്തിൽ ഈ കേസ് വന്നാൽ അതിന് സമാധാനം പറയേണ്ടി വരും. കേസ് സത്യസന്ധമായി തന്നെ ആയിരിക്കണം അതിന്റെ അന്വേഷണം എന്ന് കൃത്യമായും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഘട്ടങ്ങളിലും ണ്ട് എന്നതുകൂടി പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.